നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. സജീവ രാഷ്ട്രീയ പ്രവേശന സാധ്യത തള്ളാതെ നടി ശോഭന. ആദ്യം മലയാളം പഠിക്കട്ടെ എന്നിട്ടാകാം രാഷ്ട്രീയ പ്രവേശനമെന്നായിരുന്നു ഇതേക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടി. നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ ശോഭന പങ്കെടുക്കും. ഞാൻ മലയാളം മര്യാദയ്ക്ക് സംസാരിച്ചോട്ടെ, പ്രസംഗിക്കാനെല്ലാം. സോ ദെൻ എനിവേ ഐ എം ജസ്റ്റ് ആൻ ആക്ടർ വിത്ത് മൈ ഓൺ ഹോപ്സ് ആൻഡ് ഡ്രീംസ്. ഇത്രയേ ഉള്ളൂ ഫോർ നൗ. അനിൽ കെ ആന്റണി പിതൃനിന്ന് നടത്തിയെന്ന കോൺഗ്രസ് നേതാവ് MM ഹസന്റെ പരാമർശത്തിൽ മറുപടിയുമായി NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി. കാലഹരണപ്പെട്ട നേതാവ് എന്ന് താൻ പറഞ്ഞത് ഹസനെ പോലെയുള്ള നേതാക്കളെ ഉദ്ദേശിച്ചെന്ന് വിമർശനം. 80 വയസ്സ് കഴിഞ്ഞിട്ടും ഇപ്പോഴും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായി തുടരുന്ന ഹസന്റെ സംസ്കാരമില്ലാത്ത വാക്കുകൾക്ക് മറുപടിയില്ലെന്നും അനിൽ കെ ആന്റണി പറഞ്ഞു. ഇവരുടെയൊക്കെ സംസ്കാരം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. അതുപോലെ അത് കാരണം ഞാൻ ആ ലെവലിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ കാലഹരണപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് MM ഹസനെ പോലെയുള്ളവരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. MM ഹസനൊക്കെ ഇന്ന് 80 വയസ്സായിട്ടും അദ്ദേഹം ഇന്നും ആക്ടിങ് പ്രസിഡൻ്റാണ്. ഇതൊക്കെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ ചെറുപ്പക്കാരുടെ ഒരു രാജ്യമാണ്. 65 വയസ്സിൽ താഴെ 40 വയസ്സിലുള്ളവരാണ്. ഇന്ത്യയുടെ മീഡിയൻ ഏജ് 27 അപ്പോൾ ഇങ്ങനെയുള്ളൊരു രാജ്യത്ത് ചെറുപ്പക്കാരൊന്നും ഇല്ലേ ഈ കോൺഗ്രസ് പാർട്ടിയിൽ? ഇപ്പോൾ തിരുവനന്തപുരം നഗരൂരിൽ വാക്കുതർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. കിളിമാനൂർ കുന്നുമ്മൽ സ്വദേശി അമൽ ദർശനാണ് ഗുരുതരമായി പരിക്കേറ്റത്. പ്രതി ആലങ്കോട് സ്വദേശി ഷാൻ ഒളിവിൽ. മുൻപ് പ്രതിയും കുടുംബവും തമ്മിലുള്ള തർക്കത്തിന്റെ വീഡിയോ അമൽ ദർശൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിലുള്ള വിരോധമാണ് അക്രമത്തിൽ കലാശിച്ചത്. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, സമൂഹ മാധ്യമങ്ങളിലൂടെ ചില ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായുണ്ടാകുന്ന ഒരു തർക്കം, അത് സംഘർഷത്തിലേക്ക് മാറുന്നു, യുവാവിന് കുത്തേൽക്കുന്നു. എന്താണ് പിന്നീട് സംഭവിച്ചത്? ഇപ്പോഴുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണ, ഈ കഴിഞ്ഞ ദിവസം, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ അമൽ ദർശൻ എന്ന് പറയുന്ന ആൾ, അയാൾ ഈ കിളിമാനൂർ ഒരു തട്ടുകട നടത്തുന്നുണ്ട്. ഈ തട്ടുകടയിലാണ് ഈ സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രതിയായിട്ടുള്ള ഷാൻ കുടുംബവുമായി ഇവിടെ എത്തുന്നു. ഇവർ തമ്മിൽ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ഈ കുടുംബത്തിലെ, അതായത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ആക്രമിച്ചു എന്നുള്ള പരാതിയിന്മേലാണ് ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത്. പിന്നീട് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ ഇവർ സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമാണ്. സ്ത്രീകളടക്കം പരസ്പരം ഒരു അടികൂടുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് ഇതിന്റെ വീഡിയോ അവിടെ നിന്ന് ആരോ എടുക്കുന്നു. അത് പിന്നീട് ഈ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ വീഡിയോ പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാകാം പിന്നീട് ഈ വൈരാഗ്യം കാരണം ഇന്ന് പുലർച്ചയോടുകൂടി ഈ അമൽ ദർശന്റെ ഈ കടയുടെ മുമ്പിലെത്തി ഈ ആലങ്കോട് സ്വദേശിയായിട്ടുള്ള ഷാൻ ഇയാളെ കരുതിക്കൂട്ടിയത്, അത് ആസൂത്രിതമായി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആലങ്കോട് സ്വദേശിയായിട്ടുള്ള ഷാൻ ഇപ്പോൾ ഒളിവിലാണ്. ഇയാൾ അമൽ ദർശൻ എന്ന് പറയുന്ന ആൾ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഏതായാലും നഗരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഹരികൃഷ്ണനാണ്. സംസ്ഥാനത്ത് 11 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. നന്മയുടെ വിഷു തെളിയുന്നു മാനത്തോരോട്ടുരുളിയതിൽ തെളിയുന്ന സ്മരണകൾ കണിവട്ടമാ. കേരളത്തിന് കാതങ്ങൾ അകലെയാണെങ്കിലും മുംബൈയിലും ആഘോഷങ്ങൾക്ക് കുറവില്ല. കണിയൊരുക്കാനുള്ളതെല്ലാം ഏതാണ്ട് മുംബൈയിൽ കിട്ടുമെങ്കിലും കണിക്കൊന്ന കിട്ടാനാണ് ബുദ്ധിമുട്ട്. എന്നാൽ നിറയെ കണിക്കൊന്ന പൂത്തു നിൽക്കുന്ന ചിലയിടങ്ങളുണ്ട്. ആ കാഴ്ചയിലേക്കാണ് മുംബൈയിൽ
നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊന്നപ്പൂ തേടിയുള്ള യാത്ര ആദ്യം എത്തിയത് കേരള ഹൗസിന് മുന്നിലാണ്. ടൂറിസം വകുപ്പിന് കീഴിലുള്ള നവി മുംബൈയിലെ വാശിയിലുള്ള കേരള ഹൗസ്. കേരള ഹൗസിന് മുന്നിൽ ദാ ഇതുപോലെ കൊന്നമരം പൂത്തു നിൽക്കുന്നു. പൂ കിട്ടിയോ? ആവശ്യത്തിന് കിട്ടി. ഇത്രയും മതിയല്ലോ, കണി കാണാനല്ലേ രാവിലെ. അതിപ്പോൾ നമ്മുടെ നാട്ടിലെ വിഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ അതൊന്ന് പറിച്ചു കൊണ്ടുവരും വയ്ക്കും. ഇതാണെങ്കിൽ ഇപ്പോൾ അവിടെ തേടണം. മറ്റേതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. കേരള ഹൗസിലെ ആദ്യത്തെ മാനേജർ അന്ന് നട്ടു വളർത്തിയതാണ് ഈ വലിയ കൊന്നമരം. ഇന്നിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പ്രദേശത്തെ നിരവധി മലയാളി വീടുകളിൽ കണിയൊരുക്കുന്നതിന് വലിയ സഹായമാണ് ഇവിടെയുള്ള ഈ മരം. വാശിയിലെ കേരള ഹൗസിന് മുന്നിൽ മാത്രമല്ല, നവി മുംബൈയിൽ വേറെ ഒരു സ്ഥലത്തു കൂടി നിരവധി കൊന്നമരങ്ങളുണ്ട്. അതെവിടെയാണെന്ന് നമുക്ക് കാണാം. നവി മുംബൈയിലെ ഖാർഗറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഖാർഗറിലെ സെൻട്രൽ പാർക്കിലെ കാഴ്ചയാണിത്. ഈ പാർക്കിൽ ആകെ കൊന്ന മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് പൂത്ത് നിൽക്കുകയാണ്. പൂക്ക് കിട്ടിയോ? ആവശ്യത്തിന് കിട്ടിയോ? കിട്ടിയോ? എല്ലാ വർഷവും ഇവിടെ വന്ന് പറിക്കാറുണ്ടോ? ആണോ? വീട്ടിൽ കണിയൊക്കെ വലിയ കണിയൊക്കെ വെക്കാറുണ്ടോ? ഇവിടെ വരാറുണ്ട്. കൊന്ന പറിക്കാൻ എവിടെയാണ് വീട്? ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. നമ്മൾ വരും എല്ലാ വർഷവും. ഇത്രയും കൊന്നമരം ഞാൻ വേറെ എവിടെയും ഇവിടെ എവിടെയില്ല. നവി മുംബൈയിൽ എവിടെയും ഇത്ര കൊന്നമരങ്ങളില്ല. ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവുമെന്ന് വൈലോപ്പിള്ളി പാടി. മറുനാട്ടിലിരുന്ന് മുംബൈയിലിരുന്ന് ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കൊന്നമരങ്ങളും പൂക്കൾ പറിക്കാനെത്തുന്ന മലയാളികളെയും കാണുമ്പോൾ ആ വരികൾ അന്വർത്ഥമാവുകയാണ്. വരുൺ വി നായക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. പൃഥ്വിരാജ് ചിത്രം ആടുജീവിതത്തിലെ ഗാനം പാടി സോഷ്യൽ മീഡിയയിൽ വൈറലായ മീരയും കൂട്ടുകാരും വിഷു ആഘോഷിക്കുകയാണ്. ഷഹദ് റഹ്മാൻ ഒപ്പം ചേരുകയാണ്. മലപ്പുറത്തു നിന്ന് ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എല്ലാവർക്കും ഹാപ്പി വിഷു. അങ്ങനെ വിഷു എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണെന്നറിയാം. അപ്പം മലപ്പുറത്ത് നിന്ന് കുറച്ച് സംഗീത വിരുന്നാണ് ഈ നിമിഷം പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. എനിക്ക് ഒപ്പം ഉള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള മീരയാണ്. മീരയെ എല്ലാവർക്കും അറിയാം. ആടുജീവിതത്തിലെ പാട്ടുപാടി ഹിറ്റായി മാറിയിട്ടുള്ളതാണ് മീര. മീര, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഈ വിഷുദിനത്തില് മീരന്റെ ബാൻഡ് നമുക്കൊപ്പം ചേരുമ്പം എന്തൊക്കെയാണ് നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ഞങ്ങൾ കുറച്ച് പാട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വിഷുവിന്റെ പാട്ടുണ്ട്. അപ്പൊ നല്ല അത് ഞങ്ങൾ പാടും. നമുക്ക് ഓരോരുത്തരൊന്ന് പരിചയപ്പെടുത്തിയാലോ? കീബോർഡിസ്റ്റ് ഹിബിൻ ഷാൻ, വീട് മഞ്ചേരിയാണ്. ഗിറ്റാർ വായിക്കുന്നത് വിഷ്ണു, കോഴിക്കോടാണ്. ഇത് ഫവാസ്ക, വോക്കലാണ്, മഞ്ചേരി തന്നെ വീട്. കഹോണിസ്റ്റ് ഷോൺ, മോങ്ങത്താണ് വീട്. ഫ്ലൂട്ട് അഭയ്, തിരൂര്. അപ്പം എനിക്കൊന്ന് ആദ്യം തന്നെ നിങ്ങളെ പാട്ടിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ? ആദ്യം ഏത് പാട്ടാ? ഒരു വിഷുവിന്റെ പാട്ടോ, ഫ്ലൂട്ടില് പോ. അടിപൊളി. നമ്മളെല്ലാവരും വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇനി എനിക്കൊന്ന് പാട്ടാണ്. നിങ്ങൾ എല്ലാവരും കൂടി ആരാണ് പാടുന്നത്? മീരയാണോ പാടുന്നത്? എല്ലാവരും കൂടി? രണ്ടുപേരും കൂടെ പാടും. രണ്ടാൾ കൂടി പാടും. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് കയറിയാലോ?
ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചന്താമര വേണം, കുളിച്ചു ചന്നകം പൂക ചന്ദനം വേണം. അടിപൊളി അടിപൊളി. ഇടയ്ക്ക് ഞാൻ കയറി വേണ്ടാത്തൊരു അടിപൊളി പറഞ്ഞു തോന്നുന്നേ. അപ്പൊ ഇനി അടുത്തത് ഏതാ? ഇനി അടുത്തത് ഡുഡുവേറ്റ്, നീ മറന്നു പോയിരുന്നു. അതുപോലെ ഈരില പോലെ നാം ഇരുപേർ ഒത്തുപള്ളിയിൽ ഒത്തുചേർന്നു, ഏറിയ നാള് പോയതല്ലേ, അന്നു നീ കടിച്ചു പാതി തന്നു, കുഞ്ഞു കിനാവിൻ കണ്ണിമാങ്ങ ഓർത്തിരുന്നു കാത്തിരുന്നു, ജീവിതമാകെ നീറിടുമ്പോൾ ഓക്കെ, അപ്പം എന്തായാലും അടിപൊളി പാട്ടുകളാണ് ഇവരുടെ ഈ ഒരു ടീം നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും വിഷു ആഘോഷം അങ്ങനെ പുരോഗമിക്കുകയാണ്. അപ്പം ഇനിയും കൂടുതൽ 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 ഇവരുടെ അടുത്ത് നിന്നും കൂടുതൽ പാട്ടുകളും അതുപോലെ തന്നെ വിശേഷങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം തൽക്കാലം നമ്മൾ ഇവരിൽ നിന്നും വിട പറയുകയാണ്. കാരണം ഈ ഒരു വിഷു ഇത്ര മനോഹരമാക്കി തന്നതിന് വലിയൊരു താങ്ക്സും പറയണം. അപ്പം നമ്മൾ ഇനി വീണ്ടും വലിയ വലിയ വേദികളിൽ വെച്ച് നമ്മൾ വീണ്ടും കാണും. ഓക്കെ, അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. പാലക്കാട് തേങ്കുറിശി തെക്കേക്കരയിൽ ഇടിഞ്ഞു താഴ്ന്ന കിണറിൽ തൊഴിലാളി അകപ്പെട്ടു. അല്പസമയം മുൻപാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത്. കിണറിനുള്ളിൽ അകപ്പെട്ട തൊഴിലാളിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി അവിടെ നിന്ന് നിഖിൽ പ്രമേശാണ് ചേരുന്നത്. നിഖിൽ, എന്താണ് വിവരങ്ങൾ? ഈ തൊഴിലാളിയുടെ ആരോഗ്യ സ്ഥിതി ഇപ്പോഴെങ്ങനെയാണ്? കൃഷ്ണ, ഇന്ന് ഉച്ച കഴിഞ്ഞാണ് സംഭവം. ഈ പഞ്ചായത്തിൻ്റെ ഒരു കിണറുണ്ടായിരുന്നു ഇവിടെ. ആ കിണർ വൃത്തിയാക്കുന്നതിന് വേണ്ടി 4ഓളം പേർ ഈ കിണറിലുണ്ടായിരുന്നു. ഈ സമയത്താണ് കിണറിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴാൻ തുടങ്ങിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഇപ്പോൾ ഈ കിണറിൽ അകപ്പെട്ടിട്ടുള്ള ആൾ മറ്റുള്ളവരോട് രക്ഷപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടുകയും തുടർന്ന് അവരോട് കയറാൻ വേണ്ടി പറയുകയും ചെയ്തു. ആ സമയത്താണ് ഇദ്ദേഹവും അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് 4 പേരും രക്ഷപ്പെട്ടു. പക്ഷേ ഇദ്ദേഹം മാത്രം അതിൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. അപ്പോൾ ഈ സംഭവ സമയത്ത് ഇവിടെ ആ സമയത്തുണ്ടായിരുന്ന ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചത്? പഞ്ചായത്ത് കിണറായിരുന്നു അത്. ഞങ്ങൾ എല്ലാവരും പൊതുപ്രവർത്തകരായിരുന്നു. അവിടെ എല്ലാവരും വൃത്തിയാക്കുമായിരുന്നു. ക്ലബ്ബിൽ നിന്ന്, ഫിനിക്സ് ക്ലബ്ബിൽ നിന്ന് വൃത്തിയാക്കുമായിരുന്നു. എല്ലാ കൊല്ലവും വൃത്തിയാക്കുന്നതാണ്. പെട്ടെന്ന് ഇടിഞ്ഞ് പോയി. നിൽക്കുന്ന അവിടെ നിന്ന് അങ്ങനെ ഇടിഞ്ഞു പോയതാണ്. അപ്പോൾ കിണറ്റിൻ്റെ ഉള്ളിൽ 3-4 പേരുണ്ടായിരുന്നു. എല്ലാവരും കയറി. ഇയാൾ മാത്രം മേലെ നിൽക്കുമായിരുന്നു, താഴേക്ക് പോയി. ഒരാൾ മാത്രം ആണോ അകപ്പെട്ടത്? അതെ അതെ അതെ. ബാക്കി എല്ലാവരും കയറിയിട്ടുണ്ട്? ആ, കയറിയിട്ടുണ്ട്. ബാക്കി ആരാണ് ഇതിൽ അകപ്പെട്ടിട്ടുള്ളത്? സുരേഷ്. നാട്ടുകാരൻ തന്നെയാണ്? ആ, അതെ. ഇത് പഞ്ചായത്ത് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ചെയ്ത ജോലിയാണോ അതോ? ഞങ്ങൾ എല്ലാ കൊല്ലവും ക്ലബ്ബിൽ നിന്ന് ചെയ്യുന്നതാണ്. പഞ്ചായത്തിൽ നിന്ന് പൈസ തരും. നമ്മൾ വൃത്തിയാക്കുന്ന മോട്ടർ അടിക്കാനും അവരൊക്കെ പൈസ തരാറുണ്ട്. കൃഷിക്കൊക്കെ വേണ്ടി വെള്ളം ഉപയോഗിക്കുന്നത്? അല്ല, കുടിക്കുന്ന വെള്ളമാണത്. കുടിവെള്ളമാണ്. എന്തായാലും ഈ സുരേഷ് എന്ന ആളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണൻ എവിടേക്ക് JCB അടക്കം എത്തിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്, നാട്ടുകാരുണ്ട്. അവരെല്ലാവരും വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്ര സമയമായിട്ടുണ്ടാവും ഇവിടെ? 1.5 മണിക്കൂർ മേലെ കഴിഞ്ഞു. മുകളിലായി. ഓക്കെ ഓക്കെ. അയ്യോ, അത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. 1.5 മണിക്കൂറിലേറെയായി ഈ സുരേഷ് എന്ന ആൾ, ഈ തൊഴിലാളി, ഈ കിണറിൽ അകപ്പെട്ട് കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ കിണറിലേക്ക് ഇറങ്ങിക്കൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷുദിനത്തിൽ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തേങ്കുറിശ്ശിയിലാണ് ഈ സംഭവം. ഈ കിണറിലകപ്പെട്ട തൊഴിലാളിയെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷാവർഷം ശുചിയാക്കുന്ന ഒരു കിണറാണ്. ഇവിടെയുള്ള
കുടിവെള്ളത്തിന് ഇവിടുത്തെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു കിണറാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ജില്ല വലിയ വരൾച്ചയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്, വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. പാലക്കാട് തേങ്കുറിശ്ശി തെക്കേക്കരയിൽ ഇടിഞ്ഞു താഴ്ന്ന കിണറിൽ അകപ്പെട്ട തൊഴിലാളിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ 1.5 മണിക്കൂറായി ഇതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് നിഖിൽ പ്രമേശാണ്. പാലക്കാട് തേങ്കുറിശ്ശിയിലെ ഇടിഞ്ഞു താഴ്ന്ന കിണറിൽ തൊഴിലാളി അകപ്പെട്ടു എന്ന വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത്. നിഖിൽ പ്രമേശ് അവിടെ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. നിഖിൽ, കഴിഞ്ഞ 1.5 മണിക്കൂറായി രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ എന്താണ് അവസ്ഥ? അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? അദ്ദേഹവുമായി ആശയവിനിമയം സാധ്യമാണോ ഇപ്പോൾ? കൃഷ്ണ, 1.5 മണിക്കൂറോളമായി സുരേഷ് എന്ന ഈ നാട്ടുകാരൻ, അത് വളരെ ചെറുപ്പക്കാരനാണ്, അദ്ദേഹം ഏതാണ്ട് ഒരു 30 വയസ്സിനടുത്ത് പ്രായമേ ഉള്ളൂ എന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഒരുപാടധികം ആളുകൾ ഇന്ന് ഈ കിണർ ക്ലീൻ ചെയ്യാൻ വേണ്ടി, ഒരു ഒഴിവ് ദിവസമാണ്, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കിണറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ആളുകൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉണ്ടായി. സ്ത്രീകളടക്കം ഉണ്ടായിരുന്നു അല്ലേ? സ്ത്രീകൾ 2-3 സ്ത്രീകളുണ്ടായിരുന്നു. സ്ത്രീകൾ എല്ലാവരും കൂടെ ചേർന്നാണ് അത് എല്ലാവരും ചേർന്ന് വൃത്തിയാക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ 2 സ്ത്രീകളെ അവരൊക്കെ വലിച്ചു കയറ്റി ഇടയിൽപ്പെട്ടു. അങ്ങനെയാണ് പറയണത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇപ്പോഴും അവിടെ ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് കിണറിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കൂടുതലായി മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഈ അപകട സാധ്യത വർദ്ധിപ്പിച്ചതും. ഇതിന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മഴയൊക്കെ പെയ്ത പശ്ചാത്തലത്തിലാണോ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് തീരുമാനിച്ചത്? അല്ല, പൊതുവേ കിണർ ഇത്തിരി ചളിയൊക്കെ ഉണ്ടായിരുന്നു. ആ ചളിയൊക്കെ ഒന്ന് ഇത്തിരി ക്ലീൻ ചെയ്ത് വെള്ളം ശുദ്ധീകരണം വേണമെന്ന് പറഞ്ഞിട്ട്, അത് കൂടുതലും അഴുക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ അഴുക്കുണ്ടായതുകൊണ്ട് അങ്ങനെ അത് മാറ്റി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരെല്ലാവരും അത് ശ്രമിക്കാനുള്ള ഇതിൻ്റെ ഇടയിലാണ് ഇത് ഇടിഞ്ഞു വീഴുന്നത്. അപ്പോൾ ചെറിയൊരു JCB കൂടി ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് കൃഷ്ണ. അതായത് ഒരു JCB കൊണ്ട് ഇത് പണി പെട്ടെന്ന് പൂർത്തിയാകില്ല എന്നുള്ളതുകൊണ്ട് ഒരു ചെറിയൊരു JCB കൂടി ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് എത്രയും വേഗത്തിൽ ഈ തൊഴിലാളിയെ കണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഈ തൊഴിലാളിയെ എങ്ങനെയെങ്കിലും കണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇത് പ്രത്യേകിച്ച് ആരെങ്കിലും ചുമതലപ്പെടുത്തിയ ചുമതലയോ ഒന്നും തന്നെ ആയിരുന്നില്ല. ഈ പഞ്ചായത്തിന്റെ കിണറാണിത്. ഇവിടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വമേധയാ ആ കിണർ വൃത്തിയാക്കുന്നവരാണ് അവർ. അവിടെ 4 പേരായിരുന്നു അകപ്പെട്ടത്. ബാക്കിയുള്ളവർക്ക് പുറത്ത് എത്താനായി. കഴിഞ്ഞ 1.5 മണിക്കൂറായി രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ്. എത്രയും വേഗം അദ്ദേഹത്തെ പുറത്തെത്തിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി 24ന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയാണ്. ഇവിടെ രാഷ്ട്രീയം പറയാം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് അനുജ ചേരും. നമസ്കാരം.